2024 വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് 14,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 14,000 രജിസ്ട്രേഷൻ 25 ഉണ്ട്. 25 രജിസ്ട്രേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക് കാറിന്റെ ആരാധകർക്ക് നേരെ വന്നോ. പ്രൈസ് എങ്ങനെയാണ്? 2021 മോഡല് VXi 73,000 ഓട്ടോ. 21 VXi അല്ലേ? ഓക്കെ, 73,000 രൂപയ്ക്കുന്ന വാഹനമാണ്. ഫുൾ കമ്പനി സർവീസുള്ള 1,000 രൂപയ്ക്ക് 2 ഇയർ വാറണ്ടിയും കൊടുക്കും. 2 ഇയർ വാറണ്ടി. അതെ. 2021 ആൽഫ ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് സിയാസ് ആണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. കാർ ആൻഡ് ബൈക്ക് പാലക്കാട്, ഇറാം മോട്ടോഴ്സ് കാർ ആൻഡ് ബൈക്ക് കേട്ടോ. പാലക്കാട് മുണ്ടൂരാണല്ലേ ലൊക്കേഷൻ. വിഷ്ണു പ്രോ ആണ് നമ്മുടെ കൂടെ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. അപ്പൊ ഓണ സ്പെഷ്യൽ വീഡിയോ ആണ്. അതെ, ഓണത്തിന്റെ സ്പെഷ്യൽ എന്താണ്? റേറ്റ് ആണോ? സ്പെഷ്യൽ നമുക്ക് റേറ്റ് മാക്സിമം, പിന്നെ മോഡൽസ് കൂടിയ വണ്ടികളാണ് കൂടുതൽ നമ്മുടെ ഉള്ളത് ഇപ്പോൾ ലൈവില്. ബാക്കി വാറണ്ടി കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ 2 വർഷത്തിന് വാറണ്ടി RSA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലുള്ളത്. അത്രയും ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്ന വണ്ടികളാണ്. ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നത്. ഓക്കെ, വേറൊന്നുമല്ല. പിന്നെ അതായത് നിങ്ങള് ഇവിടുന്ന് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് കൊടുക്കല്ലോ, ചെക്ക് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ? കറക്റ്റ് മുട്ടിക്കുളങ്ങര, പന്നിയമ്പാടം എന്ന് പറയും. പന്നിയമ്പാടം, മുണ്ടൂർ. ഓക്കെ, മുണ്ടൂർ പാലക്കാട്. അപ്പൊ അതിലേക്ക് വിളിച്ചാൽ മതി. വേറെ വീഡിയോയിലേക്ക്. ഓക്കെ, നല്ല കാറ്റാണ് ഇവിടെ. അപ്പൊ മൈക്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുമെന്ന് അറിയില്ല. ക്ഷമിക്കുന്നു. ആദ്യമേ ടാറ്റ നെക്സോൺ ആണ് ആദ്യ വാഹനം. KL 49 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഏതാ മോഡൽ ഇത്? 2024 വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് 14,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 14,000 രജിസ്ട്രേഷൻ 25 ഉണ്ട്. 25 രജിസ്ട്രേഷൻ. 24 മോഡല് 25 രജിസ്ട്രേഷൻ വരുന്ന നെക്സോൺ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് വരുന്നത് ക്രിയേറ്റീവ് പറഞ്ഞ ഓപ്ഷൻ ആണ്. പെട്രോൾ മാനുവൽ ക്രിയേറ്റീവ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ്. ഇതിന്റെ മുകളിൽ സൺറൂഫ് ഉള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അതെ, ക്രിയേറ്റീവ് എസ് എന്ന് പറഞ്ഞ പേര്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ലോ കിലോമീറ്റർ ആണ്. 14,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, 14,000 മാത്രം ഓടിക്കുന്ന വാഹനമാണ്. പിന്നെ വാറണ്ടി 28 വരെ ഉണ്ടാവില്ല. വാറണ്ടി കമ്പനിന്റെ അണ്ടർ വാറണ്ടി ഉള്ള വെഹിക്കിൾ ആണ്. ഇവരുടെ വാറണ്ടി അല്ല, കമ്പനി വാറണ്ടി. ടാറ്റയുടെ വാറണ്ടി തന്നെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതെ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമ്മൾ കോട്ടിംഗ് പ്രൈസ് 8 lakh ആണ്. 8 lakh ആണ്. നമുക്ക് ഫൈനൽ ഒരു സ്പെഷ്യൽ പ്രൈസ് നമുക്ക് വാറണ്ടി 2 ഇയർ വാറണ്ടി നമ്മുടെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്കൊരു 7,80,000 കൊടുക്കാം. 7,80,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആണ്. സൺറൂഫ് വരാത്ത ഓപ്ഷൻ ആണ്. പക്ഷേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പെട്രോൾ മാനുവൽ, ഒരു 12-15 റേഞ്ച് മൈലേജും കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിയോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ മാരുതി സുസുക്കി വാഗണർ KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. അതെ, 3551. ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഏതാ മോഡൽ? ഏതാ? 2023 വണ്ടിയാണ്. 23 ഫുൾ ഓപ്ഷനാ? ഫുൾ ഓഫ് ZXi ആണ്. ZXi ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. പിന്നെ മൈലേജ് ഒരു 13-16 റേഞ്ച് ഒക്കെ. 15 കിലോമീറ്റർ. അതെ, മൈലേജ് കിട്ടുന്ന ആ റേഞ്ച് മൈലേജ്. 1.2 ആണ്. 1.2 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ 31,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 31,000. ഓക്കെ, 23 6 മാസം വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. 2 ഇയർ വാറണ്ടി ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 മാസം മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ വാറണ്ടി എന്തായാലും ലഭിക്കുന്നുണ്ട്. 2 ഇയർ വാറണ്ടി. RSA എല്ലാ വണ്ടിയും കിട്ടും കേട്ടോ. ഏത് മോഡലായാലും പഴയ മോഡലായാലും എല്ലാ വണ്ടിക്കും RSA കൊടുക്കുന്നുണ്ട്. അതെ, കൊടുക്കാം. പ്രൈസ് എങ്ങനെയാ? നമുക്ക് പ്രൈസ് നമ്മൾ കോട്ടിയം പ്രൈസ് 6 ലക്ഷം രൂപ. 6 ലക്ഷമാണ്. നിങ്ങളുടെ ഫൈനൽ എത്ര? ഫൈനൽ നമുക്കൊരു 5,80,000 രൂപ കൊടുക്കാം. 5,80,000 2023 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ZXi വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. സിംഗിൾ ഓൺഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 31,000 കിലോമീറ്റർ. 31,000 ഓടിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിയോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ബ്ലാക്ക് ബ്യൂട്ടി ഫോക്സ് വാഗൺ പോളോ KL 11 കോഴിക്കോട് വണ്ടിയാണ്. 3747 നമ്പർ. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2011 വണ്ടിയാണ്. ഡീസൽ മാനുവൽ ആണ്. ഓക്കെ, 1.2 ഡീസൽ മാനുവൽ അല്ലേ? പേപ്പർ ഇപ്പോൾ ലൈവിൽ ഒരു 2 മാസമായിട്ടുള്ള എടുത്തിട്ട് രജിസ്ട്രേഷൻ, പുതിയ രജിസ്ട്രേഷൻ. 31 വരെ ഉണ്ടാവും. അതെ, 31 വരെ പേപ്പർ. 6 മാസം വരെയൊക്കെ ഏകദേശം പേപ്പർ ഉണ്ടാവും. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡൻസോ കാര്യങ്ങളൊന്നും ഒറിജിനാലിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. കുറച്ച് ചെറിയ അഡീഷണൽ ഫിറ്റിംഗ്സ്, സ്കേർട്ടിംഗ്, പിന്നെ അലോയ്സ്. ഓപ്ഷൻ വരുന്നത് ഏതാ? കംഫർട്ട് ലൈനിൽ നോർമലി അലോയ്സ് വരുന്നില്ല. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ? ഓക്കെ, കിലോമീറ്റർ 1,25,000. സർവീസ് ഉണ്ടോ? സർവീസ് ഇപ്പോ കമ്പനി അല്ല, പ്രോപ്പർ മെയിൻറ്റെയിൻ ആണ്. അതുകൊണ്ട് ആ ക്വാളിറ്റി ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്ന. ഓക്കെ, 1.2 ഡീസൽ ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ്. ഓക്കെ, പിന്നെ എന്താ നിലവിലെ കണ്ടീഷൻ? നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഷോറൂമിൽ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടും
നോക്കാം. എന്തായാലും നല്ല ഒരു ലുക്കുള്ള പോളമാണ്. 11 മോഡൽ, അത് കണ്ടാൽ പറയൂല. അതെ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് കോട്ടിംഗ് പ്രൈസ് 2.5 ലക്ഷമാണ്. നമുക്ക് എത്ര താഴ്ത്താൻ പറ്റും? നമുക്ക് മാക്സിമം ഒരു 240 ചെയ്യാം, ബാക്കി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. 240. ഇതിൽ നമ്മൾ ഒരു ചെറിയൊരു മോഹ വില എന്നുള്ള ഒരു റേഞ്ചിൽ എടുത്താണ്. നോക്ക് വണ്ടി കണ്ടീഷൻ വണ്ടി, അതുകൊണ്ട് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, 240 പുതിയ പേപ്പറിൽ 5 വർഷത്തെ പുതിയ പേപ്പർ ഉണ്ട്. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തൊരു സ്റ്റൈലിഷ് പോളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിക്കോ. ഡീസൽ വണ്ടിയാണ്, മൈലേജ് കൊണ്ട് നടക്കാം. പിന്നെ ബാക്കി നോക്കിയിട്ട് എടുക്കാം അല്ലേ? ഇഞ്ചക്ടർ അടി കാര്യങ്ങളൊന്നും നിലവിലൊന്നുമില്ല. ഹോണ്ട അമേസ് ആണ് എടുത്തത്. KL9 പാലക്കാട് വണ്ടി തന്നെയാണ്. വേറൊരു അമേസും കൂടിയുണ്ട്, ഒരു എറണാകുളം വണ്ടിയുണ്ട്. രണ്ടും ഒരേ ഷേപ്പാണ് അല്ലേ? ഒരേ ഷേപ്പ്. ഏതാ മോഡൽ? ഏതാ ഇത്? 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ മാനുവല്. പെട്രോൾ മാനുവൽ. ഏതാ എസ് ഓപ്ഷൻ? എസ് ഓപ്ഷൻ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ്സ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. 19 പെട്രോൾ മാനുവൽ, ഒരു 12-15 റേഞ്ച്, 16 വരെയൊക്കെ മൈലേജ് ചാൻസ് കിട്ടും. പിന്നെ കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. ഫുൾ സർവീസാ? സർവീസ്. ഓക്കെ, അമേസ് ഒന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ ഒരു ചാൻസ് ഇല്ല. സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമ്മൾ കോട്ടിംഗ് പ്രൈസ് 4 ലക്ഷം രൂപ. 4 ലക്ഷം. ഓക്കെ, 19 മോഡൽ എസ് ഓപ്ഷൻ അമേസ് 1 lakh ഓടിയത് 4 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ഓട്ടം കൊണ്ടായിരിക്കും ഈ മാറ്റം. അതെ അതെ. ഓക്കെ, അപ്പോൾ ഫുൾ ലോണും കയറൂലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. IDV 4 lakh IDV ഉള്ളതാണ്. ഓക്കെ ഓക്കെ, അതായത് പെട്രോളാണ്. വലിയ 1 ലക്ഷം ഓടിയെന്ന് വെച്ച് വലിയ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു കാറ് അടിപൊളി കൊണ്ടു നടക്കണമെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, വിഷ്ണു ബ്രോ മാറി വിപിൻ ബ്രോ വന്നു, സ്വാഗതം. ഓക്കെ, അപ്പോൾ അടുത്തത് വാഗണർ തന്നെയാണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാണ്? ഇത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഏതാ മോഡല്? 2021 മോഡല്, VXI 73,000 ഓട്ടം. 21 VXI അല്ലേ? ഓക്കെ, 73,000 ഓടിയേക്കുന്ന വാഹനമാണ്. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ്? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ കണ്ടീഷൻ. ഇവരുടെ 2 year വാറണ്ടി, RS എല്ലാം കൊടുക്കാം. ഓക്കെ, പ്രൈസ് എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ 5.5 കോട്ട് ചെയ്യുന്നത്. നമുക്കൊരു ഫൈനൽ എത്ര കൂട്ടിക്കാം? നമുക്കൊരു 530 വരെ ചെയ്യാം. 530. ഓക്കെ, 5,30,000 രൂപ. 2021 72,000 കിലോമീറ്റർ ഓടി VXI ഓട്ടോമാറ്റിക് വാഗണറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്കും പരിഗണിക്കാം. പിന്നെ ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 4.25 കിട്ടും. നമുക്കൊരു 85% വരെ ലോൺ ചെയ്യാം. സിബിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 85% വരെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത മഹീന്ദ്ര ഥാറാണ്. KL9 പാലക്കാട് വണ്ടി, 0110. പിന്നെ അങ്ങനെ കാണാത്തൊരു കളറാണ്. എന്താ ഈ സംഭവം? എന്ത് ബ്ലൂവാ? നീല പച്ച എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഏതാ മോഡൽ? ഏതാ ഇത്? നമുക്ക് 2023-24 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ, 41,000 കിലോമീറ്റർ ഓട്ടം, ഓട്ടോമാറ്റിക്. 2 wheel ഓട്ടോമാറ്റിക്കാ? 2 wheel ഓട്ടോമാറ്റിക്. 2 wheel ഓട്ടോമാറ്റിക്. 23 മോഡൽ, 24 രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ 27 വരെ വാറണ്ടിയിലായിരിക്കും അല്ലേ? കമ്പനി വാറണ്ടി തന്നെയാണ്. മഹീന്ദ്രയുടെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ടച്ചപ്പ് കയറിയിട്ടുണ്ടോ അല്ലേ? ചെറിയ രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ഥാറിന്റെ ആരാധകർക്ക് നേരെ വന്നോ. പ്രൈസ് എങ്ങനെയാ? 13.4. 13,25,000. ലാസ്റ്റ് എത്രയാ? നമുക്കൊരു 13 ലക്ഷത്തിന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 13 ലക്ഷത്തിന് 23 മോഡൽ, 24 രജിസ്ട്രേഷൻ, 2 wheel ഓട്ടോമാറ്റിക് ഥാറാണ്. 42,000 കിലോമീറ്റർ ഓടി വണ്ടി, ഫുൾ സർവീസ് വിത്ത് കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം അല്ലേ? ഓക്കെ, ലോണ് 90% കയറുമോ? ചെയ്ത് കൊടുക്കും. അടുത്തത് മാരുതി സുസുക്കി വിറ്റാര ബ്രസ KL50 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതേത്തെ മോഡൽ ബ്രോ? നമുക്ക് 2021 VXI 69,000 ഓട്ടം, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 21 VXI ആണ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. എന്താ പറയുക, മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് എല്ലാം വരും. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ടെന്ന് തോന്നല്ലോ അല്ലേ? അതെ, അത്യാവശ്യം നല്ല ടയർ ഭാഗമുണ്ട്. വേറെ ഇപ്പോൾ പാർട്ടിക്കൊന്നും ചെയ്യാനില്ലല്ലോ എടുത്തിട്ട്? വണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. സർവീസ് ഒക്കെ പക്ക? സർവീസ് എല്ലാം പക്ക. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന 21 VXI മാനുവൽ ബ്രസയാണ്. എത്രയാ? 7 ലക്ഷം രൂപയാണ് ആസ്കിങ്. നമ്മൾ ഫൈനൽ എത്രയാ? നമുക്കൊരു 6.85 വരെ ചെയ്ത് കൊടുക്കാം. 6,85,000 21 മോഡൽ VXI പെട്രോൾ മാനുവൽ ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ലോണ് 90% മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനും വാറണ്ടി 2 year എല്ലാം കിട്ടൂലേ? RS എല്ലാം ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു ഡീസൽ അമേസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് പെട്രോൾ ആയിരുന്നു, ഇത് ഡീസലാണ്. മൈലേജ് എന്ന് വെച്ചാൽ ഗംഭീര മൈലേജ് ആയിരിക്കും. ടൗണിലൊക്കെ എങ്ങനെ പോയാലും 18 കിട്ടും അല്ലേ? ഹൈവേയിലൊക്കെ മര്യാദയ്ക്ക് ഓടിച്ച് പിടിക്കുകയാണെങ്കിൽ 20 മേലെ തന്നെ നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നൊരു കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓട്ടം പോയിട്ടുണ്ട്. എത്ര ഓടി? 2019 1,40,000 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ്. 1,40 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണല്ലേ? ഓക്കെ, 19 മോഡലാണ്. ഓട്ടം പോയിട്ടുണ്ട്. നല്ല ഓട്ടമാണ്.
പിന്നെ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ, ക്ലെയിം കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം 19 ഡീസൽ. ഏത് ഓപ്ഷൻ VX അന്നത്തെ ഫുൾ VX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. അപ്പോൾ ഇപ്പോൾ പ്രൈസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? 6 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്കിങ്. 6 ലക്ഷം അല്ലേ? ഓക്കെ. അപ്പോൾ ഫൈനൽ 5.85 അടിച്ച് 5.85 ഫൈനൽ റേറ്റ് ആണ്. 2019 ഡീസൽ ഫുൾ ഓപ്ഷൻ അമേസ് 5.85 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറൂലേ? കയറും മാക്സിമം. ഓക്കെ. അടുത്തതാ മാരുതി സുസുക്കി സിയാസ് ആണ്. KL 53 രജിസ്ട്രേഷൻ. 53 എവിടെയായിരുന്നു? പട്ടാമ്പിയ, പെരിന്തൽമണ്ണ. ഓക്കെ, പെരിന്തൽമണ്ണ 2021 മോഡല് ആൽഫ ഹൈബ്രിഡ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് വണ്ടിയാണ്. 21 മോഡലില്. പിന്നെ മൈലേജ് എത്ര ഉണ്ടാവും? ഒരു 20 അടുത്ത് കിട്ടുമോ? 18 to 20 നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, പെട്രോൾ വണ്ടിയാണ്, അത്രയും മൈലേജ് കിട്ടുന്നുണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, വലിയ എഞ്ചിൻ നോയ്സോ ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫോമൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി, കംഫർട്ട് ഉള്ള വണ്ടിയാണ്, സെഡാൻ റേഞ്ചിലെ. പിന്നെ ഓപ്ഷൻ ആൽഫ അല്ലേ? ആൽഫയാണ്. ഏറ്റവും ടോപ്പ്. അതെ, ടോപ്പിന്റെ തന്നെയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 57,000 കിലോമീറ്റർ മാത്രം ഓടിയത്. വലിയ ഓട്ടം പോയിട്ടില്ല, കാരണം ഹൈബ്രിഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഓട്ടം പ്രതീക്ഷിച്ചിരുന്നു. പോയിട്ടില്ല. ഡീസലൊക്കെ കണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു. AM-ലാണ് ഇതിന്റെ ഫുൾ സർവീസും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഫുൾ കമ്പനി സർവീസ് പോയ വണ്ടിയാണല്ലേ? ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാ ഇപ്പൊ ചോദിക്കുന്നത്? പ്രൈസ് നമ്മൾ കോട്ടിംഗ് പ്രൈസ് വന്നിട്ട് 7 ലക്ഷം രൂപ. 7 ലക്ഷം മാനുവൽ 7 ലക്ഷം. ഫൈനൽ നമുക്ക് എത്ര കൊടുക്കാം? ലാസ്റ്റ് പ്രൈസ് നമുക്കൊരു 6.85 കൊടുക്കാം. 6,85,000 രൂപയ്ക്ക് 2 ഇയർ വാറണ്ടിയും കൊടുക്കും. 2 ഇയർ വാറണ്ടി. അതെ. 2021 ആൽഫ ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് സിയാസ് ആണ് കേട്ടോ കിട്ടുന്നത്. ഓക്കെ, 6.85 ഫൈനൽ റേറ്റ് വിത്ത് 2 ഇയർ വാറണ്ടി, RSA എല്ലാം കിട്ടും. ഇവരുടെ കാറും ബൈക്കിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ. ലോണും മാക്സിമം കയറും. ലോൺ മാക്സിമം ചെയ്യാൻ പറ്റും. IDV നമുക്ക് 6.5 IDV ഉണ്ട് അല്ലേ? നമുക്ക് ഒരു 6 രൂപയൊക്കെ ലോൺ മാക്സിമം നമുക്ക് 90% ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. കുറച്ച് സ്റ്റോക്ക് നമ്മൾ കാണിച്ചാണ് അല്ലേ? ഇനി വരാനുണ്ടോ വണ്ടികൾ? ഏതൊക്കെയാണ് വണ്ടികൾ ഇനിയും കയറാൻ? ഇപ്പൊ നമ്മൾ ഈ ചിങ്ങ ഒന്നല്ലേ ഇന്ന്, അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കറക്കിടകുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചിങ്ങത്തിലപ്പൊ ഇനി വണ്ടികൾ ഇനി കയറും. ഓണത്തിനൊക്കെ ആൾക്കാർ ഒരുപാട് വണ്ടി എടുക്കാനുണ്ട്. അപ്പൊ എക്സ്ചേഞ്ച് വണ്ടികൾ വരാനുണ്ട്. എന്തായാലും സ്റ്റോക്ക് കസ്റ്റമേഴ്സിന് ഈ വണ്ടികൾ നോക്കാൻ വരുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള വണ്ടികളും കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ബ്രോ. താങ്ക് യു. ഓക്കെ.